ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഉയർത്തിയ വിഷയം തന്നെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വരുതിയിൽ ആരെങ്കിലും നിൽക്കുന്നില്ല, നിയമപരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ ആക്രമിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. അത് നമ്മൾ തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിന്റെ സ്ഥലത്ത് കണ്ടു. CPM ആജ്ഞാനുവർത്തികളല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ല. ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന പോലീസുകാർ എത്ര നിയമലംഘനം നടത്തിയാലും അവരെ സംരക്ഷിക്കുന്നു. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അത് കുന്നംകുളത്തോ അല്ലെങ്കിൽ പീച്ചിയിലോ മാത്രമല്ല, പല സ്റ്റേഷനിലും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ കോൺഗ്രസ് 10-ാം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. വയനാട്ടിലെ സംഘത്തിൽ ഗ്രൂപ്പ് വൈരത്തിന്റെ പേരിൽ 17 ദിവസത്തോളം വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണത്. അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? ആരെങ്കിലും അങ്ങനെ ഒരു മെറ്റീരിയൽ അവിടെ കൊണ്ടുവച്ചു. പോലീസ് അദ്ദേഹത്തിന്റെ കാറിനടിയിൽ നിന്നാണ്, അടച്ചുകിടക്കുന്ന ഒരു വീട്ടിന്റെ അകത്ത് ഗൃഹനാഥനും കുടുംബാംഗങ്ങളും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പോലീസ് ചെന്ന് കാറിന്റെ അടിയിലോ അല്ലെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് നിന്നോ ഇത്തരത്തിലുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അത് പോലീസ് അന്വേഷിക്കണമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസുകാർക്ക് അജ്ഞാത ഫോൺ സന്ദേശം കിട്ടി. അപ്പോൾ ആ സന്ദേശത്തിന്റെ ഉറവിടം, അതിന്റെ സത്യസന്ധത വെളിപ്പെടുത്തിയിട്ട് വേണമായിരുന്നു നിരപരാധിയായ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും. അദ്ദേഹം നിരപരാധിത്വം, അദ്ദേഹത്തിന്റെ ഭാര്യയും നിരപരാധിത്വം ആവർത്തിച്ചു പറഞ്ഞു. എങ്കിലും പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല. അതിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലീസ് അവിടെ പ്രകടിപ്പിച്ചില്ല. കോൺഗ്രസിന്റെ അകത്ത് ആർക്കെങ്കിലും അതിന് പങ്കുണ്ടെങ്കിൽ ഗൗരവബുദ്ധിയ ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിക്കും, പരിശോധിക്കും.